പറഞ്ഞിട്ടുള്ള ഒരു വേർഡിന്റെ യൂസേജസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഞാൻ സമ്മതിക്കുമായിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരാ? ഐ വുഡ് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഒരു കാര്യം ചെയ്യുമായിരുന്നു, പക്ഷെ ചെയ്യാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. മോസ്റ്റ് പ്രോബബ്ലി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ, പക്ഷെ ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ആ ഒരു മീനിങ് ആണ് വുഡിന് വരുന്നത്. ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നു. ഐ വുഡ് സമ്മതിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ഐ വുഡ് അഗ്രി. സമ്മതിക്കുക, ഐ വുഡ് അഗ്രി. ഞാൻ പിന്തുണയ്ക്കുമായിരുന്നു. എന്തായിരിക്കും? ഐ വുഡ്. പിന്തുണക്കുക മീൻസ് സപ്പോർട്ട്. ഐ വുഡ് സപ്പോർട്ട്. ഞാൻ ശ്രമിക്കുമായിരുന്നു. അഗെയിൻ എന്താണ്? ഐ വുഡ് ട്രൈ. ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഐ വുഡ്. എല്ലാം ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഐ വുഡ് തന്നെയാണ് വരിക. ഐ വുഡ്. കാത്തിരിക്കുക എന്താ? വെയിറ്റ്. ഞാൻ തുടരുമായിരുന്നു. ഐ വുഡ്. തുടരുക എന്ന് വെച്ചാൽ കണ്ടിന്യൂ. ഞാൻ സമ്മതിക്കുമായിരുന്നു. ഐ വുഡ് അഗ്രി. ഞാൻ പിന്തുണക്കുമായിരുന്നു. ഐ വുഡ് സപ്പോർട്ട്. ഞാൻ ശ്രമിക്കുമായിരുന്നു. ഐ വുഡ് ട്രൈ. ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഐ വുഡ് വെയിറ്റ്. ഞാൻ തുടരുമായിരുന്നു. ഐ വുഡ് കണ്ടിന്യൂ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.